ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കുറുമയുടെ റെസിപ്പിയാണ്. നമുക്ക് പാർട്ടികൾക്കും ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. നല്ല കുറുകിയ ഗ്രേവിയോടുകൂടിയുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ എല്ലാ വീഡിയോയ്ക്കും മുമ്പായിട്ട് ഞാൻ ഇൻട്രോ പറയാറുള്ളതാണ്. ഇന്ന് ഇൻട്രോ പറയാൻ വേണ്ടി വരാതിരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പനിയും കോൾഡൊക്കെ ഉണ്ട്. അപ്പം അത് കാരണം ഇത്തിരി അസൗകര്യം ഉള്ളതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ കുറുമ ഉണ്ടാക്കാൻ തുടങ്ങാം. ബീഫ് കുറുമ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 6 കശുവണ്ടിയും 1 ടീസ്പൂൺ കസ്കസ് അഥവാ പോപ്പീസിനും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കസ്കസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ എല്ലാ സ്ഥലത്തും കസ്കസ് കിട്ടിയെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കശുവണ്ടി മാത്രം അരച്ച് ചേർത്താൽ മതി. കശുവണ്ടിയുടെ ഒപ്പം നമ്മൾ തേങ്ങയും കൂടി അരച്ച് ചേർക്കുന്നതാണ്. ഇനി ഇത് കുറച്ച് സമയം നമുക്ക് കുതിരാനായിട്ട് വെക്കണം. അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ കുതിരാനായിട്ട് മാറ്റി വെക്കണം. ബീഫ് കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫാണ്. അത് നല്ലൊരു കഴുകിയതിന് ശേഷം കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ബീഫ് മുറിച്ചെടുത്തിരിക്കുന്നത് നമ്മൾ ബീഫ് റോസ്റ്റും ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സവാള ഇതുപോലെ നീളത്തിൽ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും 1 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചതച്ച് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ മുറിച്ചതും 1 മീഡിയം തക്കാളി ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരിയും പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ആ സവാളയും പച്ചമുളകും എല്ലാം കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ബീഫിൽ പിടിക്കുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ബീഫും മറ്റുള്ള ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും കസ്കസും കൂടെ ആ വെള്ളത്തോടുകൂടെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മിക്സി മൂടി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചു വരുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങയും കശുവണ്ടിയും കസ്കസും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട്. ഇത് നമുക്കൊരു ചെറിയ ബൗളിലേക്ക് മാറ്റി വെക്കാം. ബീഫ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ബീഫിന് ഇത്തിരി വേവ് കൂടിയത് ആയതുകൊണ്ടാണ് ഞാനിവിടെ വെള്ളം ചേർത്തത്. ഈ കുക്കർ മൂടി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് ബീഫിന് ആവശ്യമുള്ള മസാലപ്പൊടികളാണ്. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇപ്പോൾ കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു സ്റ്റീം വന്നിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 15 മിനിറ്റും കൂടെ കുക്ക് ചെയ്യുന്നുണ്ട്. ബീഫിന്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ അത്ര കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ചില സ്ഥലത്ത് കിട്ടുന്ന ബീഫിന് വേവ് കുറവായിരിക്കും, ചില സ്ഥലത്ത് കിട്ടുന്ന ബീഫിന് വേവ് കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ബീഫിന്റെ പാകം നോക്കി കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് കുക്കറിന്റെ സ്റ്റീം എല്ലാം പോയപ്പോൾ ഞാനിപ്പോൾ തുറന്ന് നോക്കിയതാണ്. അപ്പം നമ്മുടെ ബീഫ് നല്ല പാകത്തിന് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറുമയ്ക്ക് ആവശ്യമായ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായിരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോൾ ഇതിലേക്ക് 2 മീഡിയം സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ കൈ കൊണ്ടൊന്ന് വിടർത്തി ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള ഒരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും 1 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് നന്നായിട്ട് വഴറ്റാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പെരിഞ്ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പൊടികൾ ചേർത്ത് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൽ നിന്ന് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് നന്നായിട്ട് മസാല മിക്സ് ആവുന്നവരൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. വെള്ളം ചേർത്തതിന് ശേഷം 2-3 മിനിറ്റ് നന്നായിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. ഇപ്പോൾ വഴറ്റി വെച്ച മസാല നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മിക്സി മൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ മസാല ഈ കാണുന്ന പോലെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഈ മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാലകൾ ചേർത്തതിന് ശേഷം 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ചൂടുവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ കറിയുടെ ഗ്രേവി നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആ വെള്ളത്തോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഈ കറി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 5-6 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. കറി 5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കശുവണ്ടിയും കസ്കസും കൂടെയുള്ള ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അരപ്പ് കറിയിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. കറി കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കുറുമ എപ്പോഴും കുറച്ച് കുറുകിയ പാകത്തിൽ വേണം ഇരിക്കാൻ. കൂടുതൽ കുറുകി പോകാനും പാടില്ല, കൂടുതൽ ലൂസായി പോകാനും പാടില്ല. അതിനിടയിലുള്ള ഒരു പാകത്തിൽ വേണം ഇരിക്കാനായിട്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. തേങ്ങ ചേർത്തതിന് ശേഷം കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 5-6 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. അവസാനം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കറി മാറ്റി വെക്കാം. ഇപ്പോൾ വളരെ രുചികരമായ നമ്മുടെ ബീഫ് കുറുമ റെഡിയായി കഴിഞ്ഞ് നമുക്ക് ചൂടോടെ നെയ്ച്ചോറ്, ചോറ്, അപ്പം, ഇടിയപ്പം, പുട്ട്, പൊറോട്ട ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്